എല്ലാവരും സുഖമെന്ന് വിചാരിക്കുന്നു. ഞാനിന്ന് കണ്ണൂർ സ്റ്റൈലിലൊരു ഫിഷ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഞാനിവിടെ 2 സ്ലൈമി മാക്കറൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കിട്ടുന്ന ഒരു മീനാണ് എടുത്തിട്ടുള്ളത്. ഈ മീനിനെ കണ്ടു കഴിഞ്ഞാലും ടേസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ അയക്കൂറൻ്റെയും ഐലൻ്റെയൊക്കെ ടേസ്റ്റ് പോലെ തോന്നുക. കണ്ടില്ലേ ഈ സ്പോട്ട്സ് എല്ലാം സൈഡിൽ നമ്മൾ അയക്കൂറൊക്കെ എല്ലാം കാണുന്ന പോലെ. പക്ഷെ ആ ഒരു വലിപ്പം കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ഇത് വലുതായി കഴിഞ്ഞാൽ അങ്ങനെ ആവുമെന്നറിയില്ല. ഈ സൈസിലാണ് സാധാരണ ഇവിടെ ഇത് കാണൽ. പിന്നെ ഇതിൻ്റെ കണ്ണ് കണ്ടിട്ട് ഇത് പഴകിയതെന്നാണെന്ന് വിചാരിക്കേണ്ട. മേടിച്ചിട്ടൊരു 2 വീക്സായി. ഫ്രീസറിൽ നിന്ന് എടുത്തുകൊണ്ടാണ് കണ്ണിങ്ങനെ. മേടിക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിരുന്നു. ഈ മീൻ തീരെ ചെതുമ്പലുണ്ടാവില്ല. അതുകൊണ്ട് ഇത്തിരി ചീത്തയാകുമ്പം തന്നെ ആ സ്കിന്നെല്ലാം ഇങ്ങനെ പൊട്ടും. അതായത് കണ്ടില്ലേ, മേടിക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിരുന്നു. ഇപ്പോഴും നല്ല റെഡായിട്ടുണ്ട് അതിൻ്റെ ഗിൽസ് എല്ലാം. അപ്പോൾ ഈ പഴകിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അറിയും, വേഗം പൊട്ടിയിട്ടുണ്ടാവും സ്കിന്നെല്ലാം. ഫുൾ ഫ്ലഷാണ് മീനിന്. ഇതാ നല്ല ചെതുമ്പൽ നല്ല റെഡായിട്ട് തന്നെ ഉണ്ട്. സാധാരണ പറയുമല്ലോ ഫ്രഷാണോ മീനെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ കണ്ണും ചെതുമ്പലും പിന്നെ സ്കിന്നും നോക്കിയാൽ മതി, ഫേം ആയിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി എന്ന്. അതുകൊണ്ട് ആ കണ്ണങ്ങനെ കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നതാണ്, ചീത്തയല്ലാന്ന്. ഇനി ഇതിനെ ക്ലീൻ ചെയ്തെടുക്കട്ടെ. ക്ലീൻ ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നതാണ്. ഇവിടെയെല്ലാം ഈ ഇങ്ങനത്തെ മീനൊന്നും വളരെ റെയറായിട്ട് ആൾക്കാർ കഴിക്കുന്ന കണ്ടിട്ടുള്ളത്. മോസ്റ്റ്ലി ഏഷ്യൻസും പിന്നെ ഇറ്റാലിയൻസ് കുറച്ച് മത്തിയെല്ലാം കഴിക്കുന്നതാണ്. അതും ഓരോ സ്റ്റൈലിലാണ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. ഇവിടുത്തെ അവർ മോസ്റ്റ്ലി ഇങ്ങനത്തെ ബോണില്ലാത്ത ഫില്ലേ ചെയ്തിട്ടുള്ള മീനാണ് കഴിക്കുന്നത്. അതിനിങ്ങനെ ബാറ്ററെല്ലാം ചെയ്തിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടല്ല കഴിക്കുക. ഇപ്പോൾ ഇതിൻ്റെ തല ഞാൻ മുറിച്ചു, തല മാറ്റി. ഇതിൻ്റെ വയറ് ഇങ്ങനെ ഒന്ന് നടുവിലോട്ട് വരഞ്ഞു കൊടുത്തിട്ട് അകത്തുള്ളതൊക്കെ എടുത്ത് മാറ്റിയാൽ മതി. ചില സമയത്ത് മുട്ട ഉണ്ടാവും, മുട്ട ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് മുട്ടയില്ല, ലിവർ മാത്രം എടുത്തിട്ടുണ്ട് ഞാൻ. ചില മീനിൻ്റെ ലിവർ കഴിക്കും, അപ്പോൾ അത് അറിയണം. ഇതിൻ്റെയും ഐലൻ്റെയും മത്തിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ലിവർ എടുത്ത് തീരെ ചെതുമ്പലില്ല. അതുകൊണ്ടായിരിക്കും അതിനെ സ്ലൈമി മാക്കറൽ എന്ന് വിളിക്കുന്നുണ്ടാവുക. പക്ഷേ സ്ലൈമൊന്നുമില്ലേ പുറത്ത്, നല്ല നീറ്റായിട്ടുണ്ടാവും കാണാൻ. ഇനി അതിനെ കഴുകിയെടുക്കാം. ഇനി ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു 1.5 കപ്പ് തേങ്ങ വേണം. ഇതിപ്പോൾ 1 കപ്പ് എടുത്തത് ഞാൻ ഇതിന് ശേഷം അത് പോരാൻ തോന്നിയിട്ട് വീണ്ടും ഒരു 1/2 കപ്പും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അരക്കുമ്പോൾ. പിന്നെ പച്ചമുളക്, ഒരു പുളി, ആ ഒരു സൈസിലൊരു പുളി. അതിനെ പുളിനെ വെള്ളത്തിൽ കുതിർക്കണം. പിന്നെ കാശ്മീരി മുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി. ഈ കറിക്ക് കുറച്ച് കളർ വേണം, അതുകൊണ്ടാണ് കാശ്മീരി മുളക് ഇട്ടിട്ടുള്ളത്. ഇത് ഇഞ്ചി, മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇഞ്ചിയും പിന്നെ കരിവേപ്പിലയും ആണ്. ഈ പുളി, ഇഞ്ചി, എരിവ്, അതിൻ്റെ ഒരു ബാലൻസാണ് ഈ കറി. കാരണം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, അധികം പണിയൊന്നുമില്ല. എണ്ണയിൽ വഴറ്റോ താളിക്കോ ഒന്നുമില്ല. ചില ഇടത്തെല്ലാം ഉലുവ, കടുക് അതൊക്കെ യൂസ് ചെയ്യുന്നില്ലേ താളിച്ചിട്ട്, അതൊന്നും ഇത് കണ്ണൂർ ഭാഗത്തേക്ക് ചെയ്യുന്ന കണ്ടിട്ടില്ല. പിന്നെ ഇതാ പുളി ഞാൻ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട്. ഓരോ പുളിക്കും ഓരോരോ വീര്യമായിരിക്കും, നോക്കിയിട്ട് ചെയ്യാം. ഇതിന് പുളി അത്യാവശ്യമുണ്ട്. 2-3 മുളക്, തേങ്ങ അത് ഞാൻ പറഞ്ഞ പോലെ 1 കപ്പ് പോരായിരുന്നു, ഞാൻ വീണ്ടും ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞു കിട്ടണം. തേങ്ങേൻ്റെ അകത്ത് മുളക് പൊടി അത് മുഴുവനും ഞാൻ യൂസ് ചെയ്തിരുന്നു. പിന്നെ തേങ്ങ കൂട്ടിയപ്പം, കാരണം എരിവ് തീരെ ഇല്ല അതിന്. പിന്നെ മഞ്ഞൾപ്പൊടി, ചിലപ്പം ഉപ്പും ഇട്ടിട്ട് അരക്കും. ഇതിപ്പോൾ എൻ്റെ ജാറ് നല്ലോണം ബ്ലെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഉപ്പിട്ടിട്ടില്ല ആദ്യം തന്നെ. എല്ലാവരും പറയുന്നത് ഉപ്പ് ആദ്യം ഇട്ടാൽ തേങ്ങ വേഗം അരഞ്ഞു കിട്ടുന്നതാണ്. വെള്ളം ആവശ്യത്തിന് ചേർത്ത്
അരച്ചെടുക്കാം. അതാ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് പാകത്തിന് ഡൈല്യൂട്ട് ചെയ്തെടുക്കണം. മീൻ കറിക്ക് എപ്പോഴും നല്ലോണം അരഞ്ഞിട്ടുണ്ടാവണം തേങ്ങ, അല്ലെങ്കിൽ ആ കടിക്കുന്ന പോലെ പാടില്ല. ഈ കൂട്ടുകറിക്കോ പച്ചക്കറിക്കെല്ലാം ഉള്ള പോലെ പാടില്ല. നല്ല കൊഴുത്തിട്ട് കട്ടിയായിട്ട് വേണം. ഇനി ഈ അരപ്പ് നല്ലോണം വെള്ളമൊഴിച്ച് പുളിവെള്ളം ഒഴിച്ച് ഇഞ്ചിയിട്ട് വേവിക്കണം, പച്ചമുളക് ഇട്ടിട്ട്. എന്നിട്ട് നല്ലോണം ഒരു 10 മിനിറ്റോളം വെന്ത് കഴിയുമ്പോൾ ഇഞ്ചി നല്ല സോഫ്റ്റാവും. അന്നേരമാണ് മീൻ ഇടേണ്ടത്. മീൻ ഒരുപാട് നേരമൊന്നും വേവണ്ട, കുറച്ച് നേരം വെന്താൽ മതി. എന്നാലും ഏറ്റവും ലാസ്റ്റിൽ പോരാ. സിമ്മിലിട്ടിട്ട് മെയിൻ ലാസ്റ്റ് വേവിക്കുക. പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേ അതിൻ്റെ ഫുൾ ടേസ്റ്റ് വരുള്ളൂ. ഇതിപ്പം അതിൻ്റെ അകത്തേക്ക് ഇനി നമുക്ക് ഉപ്പിടാം. ഇഞ്ചി പറഞ്ഞ പോലെ ഇഞ്ചി ഇതിപ്പോൾ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു മേ ബി 2 ഇഞ്ച് സൈസിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. പച്ചമുളക്, പുളി നല്ലോണം പിഴിഞ്ഞൊഴിക്കുക. പിന്നെ കണ്ണൂർ ഭാഗത്തേക്ക് ഇങ്ങനെ വറുത്തിടുന്ന മീൻ കറിയൊന്നും അധികമില്ല. പുളിയും അതുപോലെ കുടംപുളിയും വളരെ റെയറായിട്ട് ഉപയോഗിക്കുന്ന കണ്ടിട്ടുള്ളൂ. ഇപ്പം ഇങ്ങനെ ഒരു റെസിപ്പീസെല്ലാം കണ്ട് കോട്ടയം സ്റ്റൈലിലെല്ലാം ഉണ്ടാക്കുമ്പോൾ കുടംപുളി ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. മുന്നേ എല്ലാം ഈ വാളംപുളി മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ വെളുത്ത മീനുകളിലെ വേളൂരി, മുള്ളൻ, നത്തൽ അതെല്ലാം ചെയ്യുമ്പോൾ ജീരകം അരച്ചിട്ടും ചെയ്യും. അല്ലെങ്കിൽ സാധാരണ ഇതൊരു ബേസിക് ആയിട്ടുള്ളൊരു മീൻ കറി ഇതാണ്. തേങ്ങ അരച്ച മീൻ കൂട്ടാന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ചിലപ്പം പച്ചമാങ്ങ ഇടും, ബിലിമ്പി ഇടും, അങ്ങനെ ഓരോ ചെറിയ വേരിയേഷൻ. ചിലപ്പോൾ തക്കാളി ഇടും. ഇനി ഇത് തിളച്ചോട്ടെ. ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അതൊന്ന് തിള വരും. ഇഞ്ചി ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ വെന്തോട്ടെ. ഇനി ആയിട്ടുണ്ട്. മീനിട്ടിട്ട് പിന്നെ കുത്തി ഇളക്കാൻ പാടില്ല, പൊടിഞ്ഞു പോവും. ഏത് മീനായാലും. ട്യൂണ എല്ലാം കുറച്ച് നിൽക്കും, പക്ഷെ ഇങ്ങനത്തെ കുറച്ച് സോഫ്റ്റ് ഫ്ലഷ് ഉള്ള പോലത്തെ എല്ലാം മെല്ലനെ ചെയ്യണം. കരിവേപ്പ് അത് വെന്തിട്ടില്ല ഫുള്ളായിട്ട്, കുറച്ചും കൂടെ ഇരുന്നോട്ടെ. സിമ്മിൽ മെല്ലനെ അത് ആയിക്കോട്ടെ. മീൻകറി എപ്പോഴും ചട്ടിയിൽ വെച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. തേങ്ങയിലൊരു നല്ലോണം വറ്റി കിട്ടാൻ. മീൻ വെന്തിട്ടുണ്ട്. കരിവേപ്പില നല്ലോണം വേണം. ഇനി ഒന്നും ചെയ്യാനില്ല, ഇത് ആയിട്ടുണ്ട്. കറി റെഡി ആയിട്ടുണ്ട്. ഇനി എണ്ണ ഒഴിക്കുക, വറുത്തിടുക ഒന്നും വേണ്ട. നല്ല ടേസ്റ്റുള്ള കറിയാണ്. സിമ്പിളായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസോടും കൂടി ഒരു മീൻ കറി. അതിൻ്റെ കൂടെ ഒരു ഉപ്പേരി, വെണ്ടക്ക ഉപ്പേരിയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കുഞ്ഞ് റെസിപ്പി ഞാനിപ്പോൾ ഇടാം. താങ്ക്സ് കേട്ടോ.